നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസായിട്ടുണ്ട്. നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് NTA സൈറ്റിൽ കയറി അതിൽ ഒരു ലിങ്ക് ഉണ്ടാവും. അതായത് ഓൾറെഡി NTA സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ് അവൈലബിൾ എന്ന് കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ക്യാപ്ച കോഡും കൊടുത്താൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ ഫ്രണ്ട് പേജ്, ഏകദേശം 3 പേജാണ് അഡ്മിറ്റ് കാർഡ് ഉണ്ടാവുക. അതിൽ ഒന്നാമത്തെ പേജിൽ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പോലെ നിങ്ങളുടെ റോൾ നമ്പർ ഉണ്ടാവും, നിങ്ങളുടെ പേരുണ്ടാവും, ജെൻഡർ, കാറ്റഗറി, ഡിസബിലിറ്റിയിൽ വരുന്നതാണോ അങ്ങനെയുള്ള ഡീറ്റെയിൽ ഉണ്ടാവും, അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, ഫാദറിൻ്റെ പേരുണ്ടാവും, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, സ്റ്റേറ്റ് ഓഫ് എലിജിബിലിറ്റി ഉണ്ടാവും, അതേപോലെ സ്ക്രൈബ് റിക്വയർഡ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാവും. ഈ സൈഡിൽ നിങ്ങളുടെ ഒരു ക്ലിയർ ഫോട്ടോഗ്രാഫ് ഉണ്ടാവും. അത് ഓൾറെഡി അഡ്മിറ്റ് കാർഡിൽ തന്നെ ഉണ്ടാവും. ഇവിടെ നിങ്ങളുടെ ഒരു സ്പെസിമെൻ സിഗ്നേച്ചറും ഉണ്ടാവും. ഇതാണ് ഫസ്റ്റ് പേജിൻ്റെ തുടക്കം. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ഇതിൻ്റെ ബാക്കിയിലേക്കുള്ള ഡീറ്റെയിൽ ഞാൻ പറയാം. ഈ 3 പേജുകളുടെയും ഡീറ്റെയിൽ പറയാം. അപ്പോൾ ഈ അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. 2, ആ ഫോട്ടോഗ്രാഫിൻ്റെ താഴെയായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ഏതാണ് ചൂസ് ചെയ്തിരിക്കുന്നത്, ഇംഗ്ലീഷ് ആണോ, ഇംഗ്ലീഷ് ആൻഡ് മലയാളമാണോ അത് കാണിക്കും. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഉണ്ട്. റിപ്പോർട്ടിംഗ് ടൈം കൊടുത്തിട്ടുണ്ട്. 11 മണിയാണ്. ഞാനിപ്പോൾ ഈ അഡ്മിറ്റ് കാർഡ് കാണിച്ചിരിക്കുന്ന കുട്ടിക്ക് 11 മണിക്കാണ് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 11 മണിക്ക് തന്നെ ചെല്ലണം. അതുപോലെ ഗേറ്റ് ക്ലോസിംഗ് ടൈം 1:30ആണ്. അതിൻ്റെ അർത്ഥം 1:30ക്ക് ചെല്ലണമെന്നല്ല, കുട്ടിയുടെ റിപ്പോർട്ടിംഗ് ടൈം ഏതാണോ ആ സമയത്ത് റിപ്പോർട്ട് ചെയ്യണം. അത് മറക്കരുത്. 1:30ക്ക് ഗേറ്റ് ക്ലോസിംഗ് ടൈമാണ്. 1:30ക്ക് ശേഷം ഒരാളെ പോലും അതിനുള്ളിലേക്ക് വിടില്ല. അപ്പോൾ ഏറ്റവും സേഫ് എന്താണ്, നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടിംഗ് ടൈമിൽ പോവുക എന്നുള്ളതാണ് ഏറ്റവും സേഫ്. അത് മറക്കാണ്ട് ആ സമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യുക. ഗേറ്റ് ക്ലോസിംഗ് 1:30ക്കാണ്. അതിനുശേഷം ഒരാളെയും പെർമിറ്റ് ചെയ്യില്ല. ടെസ്റ്റിൻ്റെ സമയം നോക്കുക. 2 മണി തുടങ്ങി 5:20 വരെയാണ്. 2 മണിക്ക് തുടങ്ങി 5:20 വരെയാണ് നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള സമയം. ടെസ്റ്റ് സെൻറ്ററിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ സെൻറ്ററിൻ്റെ പേരുണ്ടാവും, ടെസ്റ്റിൻ്റെ അഡ്രസ്സ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചിലപ്പോൾ ഒരു സ്ഥലത്ത് ഒരു സ്കൂളിൻ്റെ തന്നെ CBSE സ്റ്റേറ്റ് സിലബസുകളുടേതായിട്ടുള്ള 2 ക്യാമ്പസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ് ആവും. അതുകൊണ്ട് മാക്സിമം നേരത്തെ തന്നെ ആ സ്കൂള് കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ അതിൽ വിളിച്ച് എവിടെയാണ് എന്നുള്ളതൊന്ന് കൺഫേം ചെയ്തിട്ടേ അവിടെ പോകാവൂ. അതും ശ്രദ്ധിക്കുക. അപ്പോൾ സമയം വൈകാണ്ട് റിപ്പോർട്ടിംഗ് ടൈമിൽ തന്നെ ഇവിടെ എത്തണം. ഇനി അതേ ഫസ്റ്റ് പേജിൻ്റെ ബാക്കിയിലേക്ക് നോക്കിയാൽ ഇവിടെ ഒരു ഡിക്ലറേഷൻ ഉണ്ട്, സെൽഫ് ഡിക്ലറേഷൻ ഫസ്റ്റ് പേജിൽ തന്നെ. ഇത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് വേണം പോകാൻ. അതായത് ഇവിടെ നിങ്ങളുടെ കുട്ടിയുടെ പേര് കൊടുക്കുക, കുട്ടിയുടെ പേര് കൊടുക്കുക, റെസിഡന്റ് ഓഫ്, നിങ്ങൾക്ക് വീട്ടുപേരും സ്ഥലവും കൂടി ചേർത്ത് 2 കൂടെ കൊടുക്കാം. ഇവിടെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ചു നോക്കിയെന്നും മനസ്സിലായി എന്നുള്ളതിൻ്റെ ഒരു സെൽഫ് ഡിക്ലറേഷനാണ്. അത് കംപ്ലീറ്റ് ചെയ്യണം. അത് എക്സാം സെൻറ്ററിൽ ചെല്ലുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഇവിടെ നിങ്ങളുടെ ഒരു ഫോട്ടോ പേസ്റ്റ് ചെയ്യണം. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ വീട്ടിൽ നിന്ന് പോകുമ്പോഴേ ഈ ഫോട്ടോ പേസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. ഏത് ഫോട്ടോ ആണ്? ഈ അഡ്മിറ്റ് കാർഡിൻ്റെ മേലെ നമ്മളൊരു ഫോട്ടോ നമുക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടുമ്പോൾ തന്നെ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ടല്ലോ, ആ ഫോട്ടോയാണ് ഇവിടെ പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഫോട്ടോയിൽ നിങ്ങൾക്ക് ഡേറ്റും പേരും ഒക്കെ ഉണ്ട്. ഇവിടെ അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. മാക്സിമം പറ്റുമെങ്കിൽ അത് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അതേ ഫോട്ടോ തന്നെ അതേ പാറ്റേണിൽ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ എടുക്കണം. ഈ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ്റെ പ്രത്യേകത, ഇതും വീട്ടിൽ നിന്ന് എടുത്തിട്ട് പോകേണ്ടതാണ്. ഓക്കെ, വീട്ടിൽ നിന്ന് ഒരു തമ്പാട് ഉപയോഗിച്ച് വൃത്തിക്ക് അത് എടുത്തിട്ട് പോവുക. നിങ്ങൾക്ക് അതിലൊരു സംശയം ഉണ്ടെങ്കിൽ വേറൊരു കോപ്പി എടുത്ത് അതിലേക്ക് വൃത്തിക്ക് എടുത്തിട്ടേ പോകാവൂ. ഇനി ഇവിടെ നിങ്ങൾ ഒന്നും ചെയ്യരുത്. ഇത് നിങ്ങളുടെ സിഗ്നേച്ചർ എപ്പോഴാണ്? ഇൻവിജിലേറ്ററിന്റെ പ്രസൻസിലാണ്. ഇത് നിങ്ങൾ ചെയ്യരുത്. ഇത് നിങ്ങൾ എക്സാം ഹോളിൽ ചെന്നിട്ട് ഇൻവിജിലേറ്റർ പറയുമ്പോഴേ സൈൻ ചെയ്യാവൂ. മറക്കരുത്. ഈ 2ഉം നിങ്ങൾ ചെയ്തിട്ട് പോവുക. ഇവിടെ ഉള്ളത് അത് വെയിറ്റ് ചെയ്യുക അറ്റ് സെന്റർ. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് എക്സാം സെന്ററിലെത്തി ഇൻവിജിലേറ്ററിന്റെ പ്രസൻസിൽ മാത്രമാണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത പേജ് നോക്കുക. 2ാമത്തെ പേജിൽ നിങ്ങളുടെ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ പേസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമാണ്. അവിടെ നിങ്ങൾ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ പേസ്റ്റ് ചെയ്യുക. ഇതിൽ സൈൻ ചെയ്യേണ്ടതുണ്ട്. അതിൽ നിങ്ങൾ സൈൻ ചെയ്യരുത്, ഫോട്ടോ പേസ്റ്റ് ചെയ്യുക. ഈ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ സെക്കൻഡ് പേജിൽ പേസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് എക്സാം ഹോളിൽ ചെന്ന് കഴിയുമ്പോൾ ഇൻവിജിലേറ്റർ ആവശ്യപ്പെടുമ്പോഴാണ് നിങ്ങളതിൽ അത് അക്രോസ് നിങ്ങളൊരു സൈൻ ചെയ്യണം. ഇൻവിജിലേറ്ററും ചെയ്യും. അത് എക്സാം ഹോളിലാണ്. ഫോട്ടോ പേസ്റ്റ് ചെയ്യുക മാത്രമേ ഇവിടെ ചെയ്യാവൂ. ഇനി ആ 2ാമത്തെ പേജിൽ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ പേസ്റ്റ് ചെയ്യുന്നതിൻ്റെ താഴെയും നിങ്ങളുടെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഉണ്ട്, എക്സാമിനേഷൻ്റെ ടൈമിംഗ് ഉണ്ട്, റോൾ നമ്പർ ഉണ്ട്, കുട്ടിയുടെ പേരുണ്ട്, അപ്ലിക്കേഷൻ നമ്പർ ഉണ്ട്, ഫാദറിൻ്റെ പേരുണ്ട്, ഒക്കെ ഉണ്ട്. ഇവിടെ ഇൻവിജിലേറ്റർ എക്സാമിൻ്റെ സമയത്ത് സൈൻ ചെയ്തോളും. ഇവിടെ നിങ്ങൾ സൈൻ ചെയ്യണം ഈ 2ാമത്തെ പേജിലും. അതും എവിടെയാണ്? അറ്റ് സെൻറ്റർ. സെൻറ്ററിൽ എത്തിയിട്ടേ ചെയ്യാവൂ. നിങ്ങളുടെ ഒരു സിഗ്നേച്ചറും നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്തിട്ട് പോകരുത്. നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫസ്റ്റ് പേജിൽ ഒട്ടിക്കുക. ഫസ്റ്റ് പേജിൽ തമ്പ് ഇംപ്രഷൻ എടുക്കുക, ലെഫ്റ്റ് ഹാൻഡ്. 2ാമത്തെ പേജിൽ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കുക. ഇത്രയേ ചെയ്യാവൂ. ബാക്കി എല്ലാ സിഗ്നേച്ചറും എക്സാം ഹോളിൽ എത്തിയിട്ടേ ചെയ്യാവൂ. ഇനി അതേ പേജിൽ ഇൻസ്ട്രക്ഷൻസും കൂടി പറയുന്നുണ്ട്.
അതായത് ഫോട്ടോ പേസ്റ്റ് ചെയ്യണമെന്നും ഇൻവിജിലേറ്ററും കുട്ടിയും അതിൽ അക്രോസ് സൈൻ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുട്ടി അത് ഫോട്ടോ കുട്ടിയുടേതാണെന്ന് ചെയ്യിക്കണം, അങ്ങനെയുള്ള കാര്യം ഇതൊക്കെ ഇൻവിജിലേറ്റർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പം നിങ്ങളിത് സൈൻ ചെയ്യേണ്ടത് അവിടെ ചെന്നിട്ടാണ് എന്നുള്ളത് മറക്കണ്ട. ഇനി അതിൽ മൂന്നാമത്തെ പേജിൽ ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് കുട്ടി റിപ്പോർട്ടിംഗ് ടൈമിൽ തന്നെ അവിടെ എത്തണം. രണ്ടാമത്തത് ഗേറ്റ് ക്ലോസിംഗ് ടൈം കഴിഞ്ഞാൽ കുട്ടിയെ പെർമിറ്റ് ചെയ്യില്ല. ഇതൊക്കെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. എക്സാം കഴിയാതെ കുട്ടിയെ എക്സാം സെന്ററിന്റെ വെളിയിലേക്ക് വിടില്ല. ഓക്കെ, അതൊക്കെ നോർമലി എല്ലാ എക്സാമിനും ഉള്ളതുപോലെ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ദ അഡ്മിറ്റ് കാർഡ് കൺസിസ്റ്റ് ഓഫ് 3 pages, 3 pages ഉണ്ട്. അതായത് ഫസ്റ്റ് നിങ്ങളുടെ ഡീറ്റെയിൽ ഒക്കെ ഉള്ളത്, രണ്ടാമത്തെ പേജ് പോസ്റ്റ് കാർഡ്, മൂന്നാമത്തേത് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് കാൻഡിഡേറ്റ് മസ്റ്റ് ഡൗൺലോഡ് ഓൾ 3 pages. ഈ 3 പേജും എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ട് ഈ 3 പേജ് എടുക്കുക. അതിൽ ഫസ്റ്റ് പേജ് കളർ ആണെങ്കിൽ ബെറ്റർ. അപ്പോൾ ചോദിക്കും കളർ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. കളർ എപ്പോഴും അഡ്മിറ്റ് കാർഡ് കളർ പ്രിഫറബിൾ ആണ്. കാരണം പിന്നീട് ഒരു തർക്കങ്ങൾ, ഫോട്ടോയിലെ ക്ലാരിറ്റി കുറവോ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് പേജ് നിങ്ങൾ കളർ എടുക്കുക. ബാക്കി 2 കളർ എടുത്താലും അല്ലെങ്കിലും ഒരുപോലെയാണ് ഇരിക്കുക, കാരണം പ്രിന്റ് മാത്രമാണ് അതിൽ. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 3 പേജും നിർബന്ധമായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല ഇതിന്റെ ഒരു കോപ്പി നിങ്ങൾ, ഫസ്റ്റ് പേജിന്റെ ഒരു കോപ്പി നിങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുകയും വേണം. കാരണം ഈ അലോട്ട്മെന്റ് പർപ്പസിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അഡ്മിറ്റ് കാർഡ് ഉണ്ടാവണം. ഈ അഡ്മിറ്റ് കാർഡ് ചിലപ്പോൾ അവരുടെ സെന്ററിൽ വാങ്ങും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അഡ്മിറ്റ് കാർഡിന്റെ ഒരു കോപ്പി വീട്ടിൽ കരുതിയേക്കുക. ഓക്കെ, ഇത് ചില കേസുകളിൽ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായതുപോലെ നോക്കിയാൽ ചില കേസുകളിൽ അവർ വാങ്ങി വെക്കും, ചില കേസുകളിൽ വാങ്ങാൻ അവർ വിട്ടുപോകും. അതും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. നമ്മൾ അതിന്റെ ഒരു ഫസ്റ്റ് പേജിന്റെ കോപ്പി, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും കുഴപ്പമില്ല, വീട്ടിലെടുത്ത് വെച്ചേക്കുക. ഇനി അതിൽ നിങ്ങൾ തമ്പി ഇംപ്രഷൻ വെക്കണമെന്ന് നിർബന്ധമില്ല, ഫോട്ടോ ഒട്ടിക്കണമെന്ന് നിർബന്ധമില്ല. വീട്ടിൽ വെക്കുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു വെരിഫൈ ദ ലൊക്കേഷൻ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ആ ലൊക്കേഷൻ വെരിഫൈ ചെയ്യണം, സെന്റർ മാറിപ്പോകരുത്. സ്കൂളൊക്കെ ഒരേ പേരിൽ 2 ക്യാമ്പസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമാണ്, അത് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ no candidate would be allowed to enter the exam center without admit card and valid ID proof. നിർബന്ധമായിട്ടും അഡ്മിറ്റ് കാർഡിന്റെ 3 പേജും ഉണ്ടാവണം, വാലിഡ് ID പ്രൂഫ് ഉണ്ടാവണം. ID പ്രൂഫ് എന്താണെന്ന് പിന്നീട് പറഞ്ഞിട്ടുണ്ട്, അതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി എന്തൊക്കെയാണ് എക്സാം ഹോളിലേക്ക് പെർമിറ്റ് ചെയ്യുക? പെർമിറ്റ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം പേഴ്സണൽ ട്രാൻസ്പെറന്റ് വാട്ടർ ബോട്ടിൽ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾക്കൊരു വാട്ടർ ബോട്ടിൽ പെർമിറ്റ് ചെയ്യാം. മുൻ വർഷങ്ങളിലൊക്കെ വാട്ടർ ബോട്ടിൽ പെർമിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും ചിലപ്പോൾ ഇൻവിജിലേറ്റർ പറയും അവിടെ വെള്ളം വെച്ചിട്ടുണ്ട് നമ്മൾ അവർ ഉറപ്പ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ ബോട്ടിൽ വെളിയിൽ വെച്ച് പോവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രാൻസ്പെറന്റ്, അതിൽ ഏറ്റവും നല്ലത് ഒരു മിനറൽ വാട്ടർ വാങ്ങുക, അതിന്റെ സ്റ്റിക്കർ ഒഴിവാക്കുക, ട്രാൻസ്പെറന്റ് വാട്ടർ ബോട്ടിലായി, അതാണ് ഏറ്റവും സേഫ്. ഓക്കെ, അപ്പോൾ അത് വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകാം. അടുത്തത് അഡീഷണൽ ഫോട്ടോഗ്രാഫ് സെയിം ആസ് അപ്ലോഡഡ് ഇൻ ആപ്ലിക്കേഷൻ ഫോം. അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാൻ വേണ്ടി നിങ്ങളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ശ്രദ്ധിക്കുക, പാസ്പോർട്ട് സൈസ് ഫോട്ടോ അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാൻ കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്മിറ്റ് കാർഡിന്റെ ഫസ്റ്റ് പേജിൽ ഒരു ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ പേജിൽ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്, മൂന്നാമത്തെ ഒരു ഫോട്ടോ കൂടി നിങ്ങൾ അഡീഷണലി കരുതണം. അപ്പം നിലവിൽ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഒരു പോസ്റ്റ് കാർഡും ഉണ്ട്. ഒരു പാസ്പോർട്ടും പോസ്റ്റ് കാർഡും പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് നിങ്ങളുടെ കയ്യിലും ഉണ്ടാവണം. ഓക്കെ, മറക്കരുത്. അപ്പോൾ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഒരു പോസ്റ്റ് കാർഡുമാണ് നിലവിൽ വേണ്ടത്. ഓക്കെ, ആ ഫോട്ടോഗ്രാഫ് വേണം. ദെൻ അഡ്മിറ്റ് കാർഡ് അലോങ് വിത്ത് സെൽഫ് ഡിക്ലറേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ 3 പേജിന്റെയും പ്രിന്റ് ഔട്ട്. ഓക്കെ, ആ 3 പേജും ഉള്ളതിന്റെ അഡ്മിറ്റ് കാർഡിന്റെ പ്രിന്റ് ഔട്ട് സ്റ്റാപ്പിൾ ചെയ്തുകൊണ്ട് പോവാം. ഓക്കെ, ഇനി നിങ്ങൾ പെന്നൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഈ ഡിക്ലറേഷൻ കംപ്ലീറ്റ് ചെയ്യണം, അത് മറക്കണ്ട, അത് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ സ്ക്രൈബ് റിലേറ്റഡ് ഡോക്യുമെന്റ് കൂടി കരുതുക, അല്ലാത്തവർക്ക് അത് ബാധകമല്ല. അപ്പോൾ എക്സാം ഹോളിൽ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പെന്ന് പോലും വേണ്ട, ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടാവണം, 3 പേജുള്ള അഡ്മിറ്റ് കാർഡ് ഉണ്ടാവണം, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അഡീഷണൽ ഉണ്ടാവണം, പിന്നെ ഒരു വാലിഡ് ID പ്രൂഫ് ഉണ്ടാവണം. ഓക്കെ, ഇനി കാൻഡിഡേറ്റ് ഷുഡ് പുട്ട് ദെയർ സിഗ്നേച്ചർ ആൻഡ് പേസ്റ്റ് ഫോട്ടോഗ്രാഫ് അറ്റ് അപ്രോപ്രിയേറ്റ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ എടുക്കണം, പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ദെൻ കാൻഡിഡേറ്റ് മസ്റ്റ് ക്യാരി വാലിഡ് ID പ്രൂഫ്. ഏതാ ID പ്രൂഫ്? നിങ്ങളുടെ ആധാർ കാർഡ്, ഫോട്ടോഗ്രാഫുള്ള ആധാർ കാർഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആധാർ ഉപയോഗിക്കാം. നിങ്ങളുടെ ഫോട്ടോഗ്രാഫുള്ള റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. ആധാർ എൻറോൾമെന്റ് നമ്പർ വിത്ത് ഫോട്ടോ, ഇപ്പോൾ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ നിലവിൽ ആധാർ അവൈലബിൾ അല്ലാത്തവർക്ക് ഈ എൻറോൾമെന്റ് നമ്പർ വിത്ത് ഫോട്ടോ ഉള്ളത് ഉപയോഗിക്കാം. ഇതൊക്കെ ഒറിജിനൽ ആയിരിക്കണം കേട്ടോ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ഉള്ള പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടേഴ്സ് ID, 12th ക്ലാസിന്റെ ബോർഡ് അഡ്മിറ്റ് കാർഡ്, അല്ലെങ്കിൽ വാലിഡ് പാസ്പോർട്ട്, സ്കൂൾ ഐഡന്റിറ്റി കാർഡ് ഒറിജിനൽ, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഒറിജിനൽ ID, ഇതിന്റെ ഒന്നും ഫോട്ടോ കോപ്പിയോ സ്കാൻഡ് ഇമേജോ ഒന്നും പറ്റില്ല, മൊബൈൽ എടുത്തുകൊണ്ട് പോവുകയോ ഒന്നും പറ്റില്ല. ഒറിജിനൽ വാലിഡ് ID പ്രൂഫ് ഉണ്ടാവണം. ക്ലിയർ അല്ലേ? ഇനി ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ അവരുടെ സ്ക്രൈബ് റിലേറ്റഡ് ഡോക്യുമെന്റ് ഉണ്ടാവണം. ദെൻ
അതേപോലെ പറഞ്ഞിട്ടുണ്ട് കാൻഡിഡേറ്റ്സ് നോട്ട് അലൗഡ് ടു ക്യാരി എനി പേഴ്സണൽ ബിലോങ്ങിങ്സ് ഇൻക്ലൂഡ് ഇലക്ട്രോണിക് ഡിവൈസ്, മൊബൈൽ ഫോണോ ഇലക്ട്രോണിക് ഡിവൈസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബാൻഡ് ഐറ്റംസ് ഒന്നും പറ്റില്ല. അപ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ കൂടി ഡ്രസ് കോഡ് കൂടി ശ്രദ്ധിക്കുക. ഈ ഡ്രസ് കോഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഹാഫ് കൈ ഡ്രസ്സ് ഉപയോഗിക്കാം, ഫുൾ കൈ പാടില്ല. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഡ്രസ്സ് ഉപയോഗിക്കാം. അതായത് വലിയ ബട്ടണുകളുള്ള ഡ്രസ്സ് പറ്റില്ല, ഫുൾ കൈ, അതേപോലെ ഒരുപാട് ലെയറുകളുള്ളത്, ഒരുപാട് ലൂസായി കിടക്കുന്ന, അതുപോലെ ഫോൾഡിങ്ങുകളുള്ള, ഒരുപാട് പോക്കറ്റുകളുള്ള, അതായത് നിങ്ങളൊരു സാധനം മറച്ച് അല്ലെങ്കിൽ ഒളിച്ച് കടത്താൻ സാധ്യതയുള്ള, നിങ്ങളതിന് ചെയ്യുമെന്ന് അതിന്റെ പർപ്പസിലല്ല, അതിപ്പോൾ ആരും അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഏതെങ്കിലും ഒന്ന് ഒളിപ്പിച്ച് കടത്താവുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു ഡിവൈസ് ഫിറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഡ്രസ്സുകളായിരിക്കരുത്. മെറ്റൽ പാർട്ടുകളൊന്നും പാടില്ല. അപ്പോൾ ഡ്രസ്സിൻ്റെതാണെങ്കിലും ബെൽറ്റിൻ്റെതാണെങ്കിലും ഒന്നും പാടില്ല. അതേപോലെ ഷൂസ് പാടില്ല. അത് നോർമലി ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഒരു ധാരണയായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഡ്രസ് കോഡുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ് കോഡും ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഇനി ബ്ലാങ്ക് പേപ്പർ റഫ് വർക്കിന് വേണ്ടി സാധാരണ എക്സാമിന് തരുന്ന പോലെ ഇവിടെ തരില്ല. അതിന്റെ റീസൺ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എൻഡിൽ തന്നെ റഫ് വർക്കിനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അതാണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എന്താണ്, റഫ് വർക്കിന് വേറെ ഷീറ്റ് നിങ്ങൾക്ക് തരില്ല. ഇനി അതിൽ സാധാരണഗതിയിൽ എക്സാമിനുള്ളതുപോലെ ഒരു ബയോ ബ്രേക്ക് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇടയ്ക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ നിങ്ങളെ പെർമിറ്റ് ചെയ്യും. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്, ഈ നോ ബയോ ബ്രേക്ക്. അതായത് എപ്പോൾ ഇല്ല, ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങൾക്ക് ബയോ ബ്രേക്ക് ഇല്ല. അതേപോലെ ലാസ്റ്റ് ഹാഫ് ആൻ അവറും ബയോ ബ്രേക്ക് ഇല്ല. ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങളെ പുറത്തു പോകാൻ സമ്മതിക്കില്ല, അവസാനത്തെ അരമണിക്കൂറും പുറത്തു പോകാൻ സമ്മതിക്കില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി വൺസ് നിങ്ങൾ ബയോമെട്രിക് ബ്രേക്ക് എടുത്താൽ, വൺസ് നിങ്ങൾ ബയോ ബ്രേക്ക് എടുത്താൽ നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു വരുമ്പോൾ ഒരു ബയോമെട്രിക് അനാലിസിസ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫ്രിസ്കിംഗ് പ്രോസസ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ സമയം അതിൽ കുറച്ച് ലാപ്സ് ആവും. പിന്നെ എമർജൻസി ആണെങ്കിൽ ഉപയോഗിക്കാമെന്ന് മാത്രം. ആദ്യത്തെ 1 മണിക്കൂറും അവസാനത്തെ അരമണിക്കൂറും പുറത്തു പോകാൻ പെർമിറ്റ് ചെയ്യില്ല, അതായത് ബ്രേക്ക് എടുക്കാൻ സമ്മതിക്കില്ല. ഇനി അതിനിടയ്ക്ക് നിങ്ങൾ ബ്രേക്ക് എടുത്താൽ തിരിച്ചു വരുമ്പം ഈ സെയിം ഫ്രിസ്കിംഗ് പ്രോസസ് നിങ്ങൾ വീണ്ടും ഫോളോ ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഓൾമോസ്റ്റ് അഡ്മിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തീർത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ എൻഡിൽ അല്ലെങ്കിൽ ഇതിന് താഴെ കമന്റ് ചെയ്യാതെ എൻഡിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മാക്സിമം നേരത്തെ നിങ്ങളുടെ മറുപടി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഡൗട്ട് അതിന് ഒരു ക്ലാരിഫിക്കേഷൻ തരുന്നതാണ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.